ചാണകം കുടിച്ചിട്ടും ഗോമൂത്രം കഴിച്ചിട്ടും എന്തെങ്കിലും രോഗം മാറിയതായിട്ട് ഇതുവരെ തെളിയിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ മനുഷ്യരെ ചാണകവും ഗോമൂത്രം കഴിപ്പിക്കുന്ന ഒരു തത്വശാസ്ത്ര ഇന്ത്യയിൽ വികസിച്ചു വന്നിട്ടുണ്ട്. രാമനും സീതയും വനവാസ സന്ദർഭത്തിൽ എത്രയോ പശുവിനെ, എത്രയോ മൃഗങ്ങളെ കൊന്നു ചുട്ടു തിന്നുന്നുണ്ട്. പ്രജയിൽ നമ്മൾ പൗരരായി മാറിയതാ എങ്ങനെയാ? അത് ഭരണഘടനയിലൂടെയാണ് നമ്മൾ പൗരരായി മാറിയത്. പക്ഷെ നമ്മളെ ഇന്ന് ചാണകവൽക്കരിച്ച് പൗരിൽ നിന്ന് പ്രജകളാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. പുരോഗമനപരമായ അംശങ്ങൾ സ്വീകരിക്കണം ബ്രാഹ്മണർ. അല്ലാതെ പഴയ ബ്രാഹ്മണിസത്തിന്റെ ആശയാവലികൾക്കകത്ത് ഇന്നും ബ്രാഹ്മണർ ജീവിച്ചാൽ തീർച്ചയായിട്ടും അത് വിമർശിക്കും. ജാതി വ്യവസ്ഥയെ നിലനിർത്താനുള്ള ഒരു പ്രധാനപ്പെട്ട ഉപാധിയാണ് എന്ത്? വെജിറ്റേറിയനിസം എന്ന് പറയുന്നത്. അതിൽ യാതൊരു കഴമ്പുമില്ല. ആളുകളെ പൗരരല്ലാതാക്കുന്ന പ്രക്രിയ മനുസ്മൃതി മനുഷ്യരെ ചണ്ടാളരാക്കിയതിന് സമമാണ്. ബ്രാഹ്മണിസം എന്ന് പറയുന്നത് ഇന്ത്യയിലെ മനുസ്മൃതി ഉൾപ്പെടെയുള്ള, ഋഗ്വേദം ഉൾപ്പെടെയുള്ള, വിരാട് പുരുഷ സങ്കല്പം ഉൾപ്പെടെയുള്ള രാമായണത്തിലൂടെയും മഹാഭാരതത്തിലൂടെ ആയിരത്താണ്ടുകളായിട്ട് കൈമാറി വന്ന ഒരു പ്രത്യയശാസ്ത്ര ഹിംസയുടെ പേരാണ് ബ്രാഹ്മണ്യം. ഒരാൾക്ക് പാസ്പോർട്ട് ഉണ്ടെങ്കിൽ പോലും, ഐഡന്റിറ്റി കാർഡ് ഉണ്ടെങ്കിൽ പോലും, പാൻ കാർഡ് ഉണ്ടെങ്കിൽ പോലും, ആധാർ ഉണ്ടെങ്കിൽ പോലും, എന്തുണ്ടായാലും പൗരരല്ലാത്ത അവസ്ഥയിലേക്ക് നമ്മളെ എത്തിച്ചിരിക്കുന്ന എന്താണ്? ഈ ഹിന്ദുത്വമാണ്. അങ്ങ് പറഞ്ഞൊരു കാര്യം ഞാൻ എടുത്തു പറയാം. ഇത് ഓംപ്ലേറ്റ് രാഷ്ട്രീയം ഭക്ഷണത്തിലെ അയിത്തു. അടുത്തിടെ ഡോക്ടർ MK മുനീറിന്റെ പുസ്തക പ്രകാശന ചടങ്ങില് ഓംപ്ലേറ്റ് കഴിച്ചാൽ രാജ്യദ്രോഹിയാകുമോ എന്ന വിഷയത്തിൽ നടത്തിയൊരു കാര്യമായിരുന്നു. അതായത് ഇന്ത്യയിൽ ഭക്ഷണശീലങ്ങളെ മുൻനിർത്തി പൗരന്മാരുടെ രാജ്യസ്നേഹം അളക്കുന്ന ഒരു സാഹചര്യം വളർന്നു വരുന്നത് എന്തുകൊണ്ടാണ്? മാത്രമല്ല, ഈ ഗോമാതാവ് നമ്മളുടെ മാതാവാണ് എന്ന് പറഞ്ഞിട്ട് UP-യിലാണ് ഏറ്റവും കൂടുതൽ ഈ പശുക്കളെ കയറ്റുമതി ചെയ്തത്. അപ്പം ഇത്തരം കാര്യങ്ങൾ അതിൽ ഉൾപ്പെടില്ല. അതിൽ എത്രത്തോളം ഉണ്ട് ഒരു വസ്തുത? ഈ പശുവിനെ കേന്ദ്രീകരിച്ചിട്ടുള്ള രാഷ്ട്രീയം വളരെ ആഴത്തിൽ പരിശോധിക്കാവുന്നതാണ്. ഇന്ത്യയിലെ പിന്നോക്കക്കാരായ മനുഷ്യരോ, ഇന്ത്യയിലെ ദളിതരോ, ഇന്ത്യയിലെ ആദിവാസികളൊന്നും പശുവിനെ ദൈവമായിട്ട് കണ്ടിട്ടേ ഇല്ല. അയോധ്യ കഴിഞ്ഞതിന് രണ്ടാമത്തെ ശേഷമാണ്. അല്ല, അങ്ങനല്ല. തീർച്ചയായിട്ടും പശു ദൈവമായിട്ട് വരുന്നുണ്ട്. ഇപ്പൊ കാളിദാസന്റെ കൃതികൾ പരിശോധിച്ചാൽ അറിയാം. കാളിദാസന്റെ കൃതികളിൽ പശു ഒരു പ്രധാനപ്പെട്ട, പശുവിനെ സേവിച്ചിട്ടാണ് ദിലീപന്റെ ഗോസേവ കാളിദാസന്റെ രഘുവംശത്തിൽ വർണ്ണിക്കുന്നുണ്ട്. തൻ്റെ ഉദ്ദിഷ്ടകാര്യം സാധിക്കാൻ വേണ്ടി പാപകർമ്മത്തിന്റെ പ്രായശ്ചിത്തമായിട്ട്, താൻ ചെയ്ത പാപത്തിന്റെ പ്രായശ്ചിത്തമായിട്ട് ദിലീപൻ കാമധേനു എന്ന് പറയുന്ന പശുവിനെ സേവിക്കുക. അങ്ങനെയാണ് പാപനിവൃത്തി ഉണ്ടാകുന്നത് എന്ന് രഘുവംശത്തിൽ കാളിദാസൻ വർണ്ണിക്കുന്നുണ്ട്. അപ്പോൾ ഏതാണ്ടൊരു ഗുപ്ത കാലഘട്ടത്തോടുകൂടി പശു ഒരു പ്രധാനപ്പെട്ട ബിംബമായിട്ട് മാറിത്തീരുന്നുണ്ട്. നമ്മൾ ഇതിൻ്റെ ഒരു രാഷ്ട്രീയം വളരെ ആഴത്തിൽ ഭാഗവത പുരാണത്തിൽ കാണാം. ഭാഗവത പുരാണത്തിൽ ഭൂമിയുടെ പ്രതീകമായിട്ടാണ് പശുവിനെ അവതരിപ്പിക്കുന്നത്. ധർമ്മത്തിൻ്റെ പ്രതീകമായി കാളയും. ഇവർ തമ്മിലൊരു സംഭാഷണം നടത്തുന്നതായിട്ട് ആര് കാണുകയാണ്? പരീക്ഷത്ത് എന്ന് പറയുന്ന രാജാവ് കാണുകയാണ്. അപ്പോൾ പശുവിൻ്റെ രൂപത്തിലുള്ള ഭൂമി ധർമ്മത്തിൻ്റെ രൂപത്തിലുള്ള കാളയോട് പറയുന്നത്, ശൂദ്രന്മാർ നാട് ഭരിക്കുന്നതിനാൽ ഞാൻ വല്ലാതെ അവശയാണെന്ന്. നോക്കണേ, ശൂദ്രന്മാർ നാട് ഭരിക്കുന്നതിനാൽ താൻ വല്ലാതെ അവശയാണെന്ന്. ശൂദ്രന്മാരുടെ ഭരണം മൂലം താൻ നശിച്ചു നാറാണക്കല്ലായെന്നാണ് പശുവിൻ്റെ രൂപത്തിലുള്ള ഭൂമി ആരോട് പറയുന്നത്? വർണ്ണാശ്രമധർമ്മത്തിൻ്റെ രൂപത്തിലുള്ള കാളയോട് പറയുന്നത്. അപ്പം അതിപ്രാചീന ഏതാണ്ട് 10-ാം നൂറ്റാണ്ടാവുമ്പോഴത്തേക്കും പശുവിനെ ബ്രാഹ്മണ ആശയങ്ങളുടെ ഒരു ബിംബമായി സ്ഥാപിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. ഭാഗവത പുരാണം രചിക്കപ്പെടുന്നത് 10-ാം നൂറ്റാണ്ടിലാണ്. ആ 10-ാം നൂറ്റാണ്ടാവുമ്പോഴത്തേക്ക് എന്ത് സംഭവിച്ചു കഴിഞ്ഞു? ബ്രാഹ്മണ പ്രത്യയശാസ്ത്രത്തിന്റെ ബിംബമായിട്ടാണ് പശു പ്രത്യക്ഷപ്പെടുന്നത്. അപ്പോൾ ഇന്ത്യയിൽ വർത്തമാനകാലത്തും പശു ഏത് ആശയത്തിന്റെ പ്രതീകമാണ്? ബ്രാഹ്മണ പ്രത്യയശാസ്ത്രത്തിന്റെ പ്രതീകമാണ്. ഭാഗവത പുരാണത്തിലെ പശുവിന്റെ രൂപത്തിലുള്ള ഭൂമി എന്തിനാണ് ദുഃഖിച്ചത്? ശൂദ്രന്മാർ രാജ്യാധികാരികളായി എന്നുള്ളതിലാണ് ദുഃഖിക്കുന്നത്. അയിത്തക്കാരാക്കപ്പെട്ടവർ ഭൂമിയുടെ അധികാരികളായതിലാണ് പശുവിന്റെ രൂപത്തിലുള്ള ഭൂമി ദുഃഖിക്കുന്നത്. അപ്പോൾ പശുവിന്റെ രൂപത്തിലുള്ള ഭൂമിയുടെ ദുഃഖം ആരുടെ ദുഃഖമാണ് യഥാർത്ഥത്തിൽ? അത് ഇന്ത്യൻ ബ്രാഹ്മണ്യത്തിന്റെ ദുഃഖമാണ്, എല്ലാ മനുഷ്യരുടെയും ദുഃഖമല്ല. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ്. അപ്പോൾ പശു എന്ന് പറയുന്നത് ഒരു 4-ാം നൂറ്റാണ്ടിന് ശേഷം 10-ാം നൂറ്റാണ്ടിനകം വളർന്ന് വികസിക്കുകയും ഒരു പ്രധാനപ്പെട്ട ബ്രാഹ്മണ പ്രത്യയശാസ്ത്രത്തിന്റെ രാഷ്ട്രീയ ബിംബമായി 10-ാം നൂറ്റാണ്ടിനുള്ളിൽ തന്നെ പശു മാറിത്തീർന്നു കഴിഞ്ഞു. ഈ പശുവിനെയാണ് ആധുനിക കാലഘട്ടത്തിൽ വിഭജനത്തിൻ്റെയും വെറുപ്പിൻ്റെയും രാഷ്ട്രീയം നിർമ്മിക്കുന്നതിന് വേണ്ടി ഹിന്ദുത്വ ശക്തികൾ ഇന്ത്യയിൽ ഉപയോഗിച്ചത്. ഗാന്ധിയുടെ ആശയം പോലും ഇത്തരം രാഷ്ട്രീയ നിർമ്മിതിക്ക് വലിയ പ്രചോദനം വഹിക്കുകയാണ് ചെയ്തത്. വലിയ പ്രചോദനമായി.
സാർ, അന്നത്തെ കാലത്ത് പശുവിനെ ആരാധിക്കുകയുണ്ടായി എന്ന് അങ്ങ് പറഞ്ഞല്ലോ, അതായത് ദൈവം ആയിട്ട് കൊണ്ടുവന്നു എന്ന് പറഞ്ഞല്ലോ. ആ കാലഘട്ടത്തില് ഈ പശുവിന്റെ ഗോമൂത്രം കുടിക്കണം, അല്ലെങ്കിൽ പശുവിന്റെ ചാണകം കഴിക്കണം, അത് ദേഹത്തിടണം എന്നുള്ള ആചാരങ്ങൾ ഉണ്ടായിരുന്നു. കാരണം ഇപ്പം ഈ സംഘപരിവാറുകൾ ഓരോ കാര്യങ്ങൾ പറയുന്നത്, ഈ കൊറോണ ടൈമിലൊക്കെ പറഞ്ഞത് ഗോമൂത്രം കുടിച്ചു കഴിഞ്ഞാൽ കൊറോണ മാറും എന്നുള്ളതൊക്കെ ആയിരുന്നു. അത് എത്രത്തോളമാണ്? അങ്ങനെ ഒരു സംഭവം ഉണ്ടോ, ഈ ഗോമൂത്രം കഴിക്കണം അല്ലെങ്കിൽ കുടിക്കണം എന്നുള്ളതൊക്കെ? തീർച്ചയായിട്ടും ഗോമൂത്രം കുടിക്കണമെന്ന് തന്നെ പറയുന്നുണ്ട്. ഈ പഴയ ചില തന്ത്രഗ്രന്ഥങ്ങൾ നോക്കിയാൽ അറിയാം, ഈ അയിത്തക്കാരായിട്ടുള്ള ആളുകൾ, അയിത്തക്കാരായി സ്ഥാനപ്പെടുത്തപ്പെട്ട, ആര് സ്ഥാനപ്പെടുത്തി? ഇന്ത്യയിലെ ബ്രാഹ്മണിസം. ഈ ഒരു കാര്യം ഞാൻ പ്രത്യേകം എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു. ഈ ബ്രാഹ്മണ്യം, ബ്രാഹ്മണിസം എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ ന്യൂനപക്ഷം, ഇന്ത്യയിലെ ഒരു വിഭാഗം ബ്രാഹ്മണരെയാണ് വിമർശിക്കുന്നതെന്നൊരു തെറ്റിദ്ധാരണയുണ്ട്. തീർച്ചയായിട്ടും അവരെയും വിമർശിക്കുന്നുണ്ട്, അവർ മനുഷ്യരാകണമല്ലോ. ഇവ 1927 മഹാനായ ബാബാ സാഹേബ് ഡോക്ടർ BR അംബേദ്കർ മനുസ്മൃതി കത്തിച്ചപ്പോൾ, ആ മനുസ്മൃതി കത്തിച്ച സന്ദർഭത്തിൽ മനുസ്മൃതിയിലെ ഹിംസാത്മകമായ ഭാഗം വായിച്ചത് സഹസ്രബുദ്ധ എന്ന് പറയുന്ന ബ്രാഹ്മണന്. അത്തരം പുരോഗമനാത്മകമായ കാഴ്ചപ്പാട് കൈക്കൊണ്ട ബ്രാഹ്മണരെ സൂരജ് ജംഗ്ഡെ വിശേഷിപ്പിച്ചത് അംബേദ്കറൈറ്റ് ബ്രാഹ്മണരെന്ന. തീർച്ചയായിട്ടും പുരോഗമനപരമായ അംശങ്ങൾ സ്വീകരിക്കണം ബ്രാഹ്മണർ, അല്ലാതെ പഴയ ബ്രാഹ്മണിസത്തിന്റെ ആശയാവലികൾക്കകത്ത് ഇന്നും ബ്രാഹ്മണർ ജീവിച്ചാൽ തീർച്ചയായിട്ടും അത് വിമർശിക്കും, തീർച്ചയായിട്ടും വിമർശിക്കും. വിമർശനാതീതമായിട്ടുള്ളൊരു കാര്യമൊന്നുമല്ല. ഇപ്പൊ അടുത്തിടെ ഒരു ഇന്റർവ്യൂവിൽ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഈ ദിവ്യായ സയ്യർ, അവർ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, എനിക്ക് എൻ്റെ മാതാപിതാക്കൾ തന്ന ഏറ്റവും വലിയ ഒരു സംഭാവന, ഒരു നീക്കിയിരിപ്പ് എന്ന് പറഞ്ഞ് ഞാൻ വെജിറ്റേറിയൻ ആണ് എന്നുള്ളതാണ്. ഇത് മുമ്പ് ഇപ്പോഴത്തെ നമ്മുടെ MLA ആയിട്ടുള്ള ബഹുമാനപ്പെട്ട പ്രൊഫസർ രവീന്ദ്രനാഥ്, അദ്ദേഹവും വെജിറ്റേറിയനിസത്തെ വളരെയധികം പിന്താങ്ങി സംസാരിച്ചിരുന്നു. നമ്മൾ മനുഷ്യ പരിണാമത്തിൻ്റെ ഒരു ചരിത്രം പരിശോധിച്ചാൽ അറിയാം, ഈ മനുഷ്യർ എല്ലാവരും സാമ്പാറും അവയിലും തിന്നാണ് ഇവിടെ വരെ എത്തിയത്. കാട്ടിൽ അതിനൊന്നും സാഹചര്യം ഉണ്ടായിരുന്നില്ല. മാംസമൊക്കെ കഴിച്ച് മാത്രമേ മനുഷ്യന് അതിജീവിക്കാൻ കഴിയുമായിരുന്നുള്ളൂ, അങ്ങനെ മാത്രമേ അതിന് കഴിയത്തുള്ളൂ. പക്ഷെ ആ ചരിത്രത്തെ എല്ലാം തമസ്കരിച്ചുകൊണ്ടാണ് നമ്മൾ ഇത്തരം ശുദ്ധ വെജിറ്റേറിയൻ എന്നുള്ള വാദം ഉന്നയിക്കുന്നത്. ഇപ്പം നോക്കൂ, അയ്യര് പറയുന്നു തൻ്റെ മാതാപിതാക്കൾ നടത്തിയ ഏറ്റവും വലിയ നീക്കിയിരിപ്പാണ് തന്നെ വെജിറ്റേറിയൻ ആക്കിയത്. അങ്ങനെയാണെങ്കിൽ അവരുടെ പാരമ്പര്യം പറയുന്ന ഗ്രന്ഥങ്ങളിൽ എന്താ കാണുന്നത്? ഋഗ്വേദം എടുത്ത് പരിശോധിച്ചാൽ ഇന്ദ്രന് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം ആടും പശുവും ഒക്കെയാണ്. ഗോമേതം എന്ന് പറഞ്ഞൊരു യാഗം തന്നെ ഉണ്ടായിരുന്നു. പശുവിന്റെ മാംസം ഹോമിക്കലാണ് അതിനകത്ത് പ്രധാനപ്പെട്ട പരിപാടി. അശ്വമേധയാഗം എന്താണ്? അശ്വമേധയാഗം എന്ന് പറഞ്ഞാൽ കുതിരയുടെ മാംസം ഹോമിക്കലാണ്. രാമനും സീതയും വനവാസ സന്ദർഭത്തിൽ എത്രയോ പശുവിനെ, എത്രയോ മൃഗങ്ങളെ കൊന്നു ചുട്ട് തിന്നുന്നുണ്ട്. അങ്ങനെ ഇപ്പൊ കാട്ടിൽ കഴിയുമ്പോൾ അവിടെ നിങ്ങൾക്ക് വെണ്ടയ്ക്ക കൃഷി നടത്തി വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി കഴിച്ച് ജീവിക്കാനൊന്നും പറ്റത്തില്ല. ഒരു മുഗൾ കാലഘട്ടത്തിലുണ്ടാകുന്ന ഒരു ചിത്രത്തില് ലക്ഷ്മണൻ മാനിന്റെ തോലുരിയുന്ന രംഗം ഒരു മുഗൾ ചിത്രകലയിൽ നമുക്ക് കാണാൻ കഴിയും. കാരണം മുഗൾ ചിത്രകാരൻ അങ്ങനെ ചിത്രീകരിച്ച എന്തുകൊണ്ടാണ്? അവർ ഈ ഒറിജിനൽ ടെക്സ്റ്റ് വായിച്ചു നോക്കിയപ്പോൾ തീർച്ചയായിട്ടും അത്തരം രംഗമുണ്ട്, അതുകൊണ്ടാണ്. അപ്പം ഇത്തരം വാദങ്ങൾ ഉന്നയിക്കുന്നവർ ആദ്യം ആ ഗ്രന്ഥങ്ങളൊക്കെ ഒന്ന് പോയി പരിശോധിക്കണം. തങ്ങളുടെ പാരമ്പര്യത്തിൽപ്പെട്ട ഗ്രന്ഥങ്ങൾ, തങ്ങളുടെ കാരണവന്മാർ എഴുതി കൂട്ടിയ ഗ്രന്ഥങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ അവരാരും വെജിറ്റേറിയന്മാരായിരുന്നില്ല. വെജിറ്റേറിയനിസം എന്ന് പറഞ്ഞാൽ ഒരു മറുവഴി ജാതിയാണ്. ജാതി വ്യവസ്ഥയെ നിലനിർത്താനുള്ള ഒരു പ്രധാനപ്പെട്ട ഉപാധിയാണ് എന്ത്? വെജിറ്റേറിയനിസം എന്ന് പറയുന്നത്. അതിൽ യാതൊരു കഴമ്പുമില്ല. ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ജീവിക്കാം, പക്ഷെ അതെന്തോ വലിയ സംഭവമാണെന്നൊന്നും പറയരുത്. അത് ലോകത്തിന്റെ മഹത്തായ ആശയമാണെന്നൊന്നും പറയരുത്, അത് തെറ്റാ. അങ്ങനെയാണെങ്കിൽ ഹിറ്റ്ലർ വലിയ വെജിറ്റേറിയൻ ആയിരുന്നല്ലോ. അങ്ങനെ വെജിറ്റേറിയൻ ആയിരുന്നിട്ടാണല്ലോ ഇദ്ദേഹം വലിയ ഹിംസ നടത്തിയത്, ആയിരക്കണക്കിന് ആളുകളെ കൊന്നു തള്ളിയത്. ജർമ്മൻ നാസിസത്തിന്റെ പിതാവെന്ന് അറിയപ്പെടുന്ന ഈ ഹിറ്റ്ലർ വെജിറ്റേറിയൻ ആയിരുന്നു. അപ്പൊ അതിലൊന്നും യാതൊരു അർത്ഥവും ഇല്ല എന്നുള്ളതാണ് തിരിച്ചറിയേണ്ട ഒരു പ്രധാനപ്പെട്ട സംഗതി. ഈ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒന്നുകൂടി ആവർത്തിക്കുകയാണ്, ഈ കൊറോണ കാലഘട്ടത്തിലൊക്കെ ഇതേണൊക്കെ ഗോമൂത്രം കഴിക്കണം അല്ലെങ്കിൽ ചാണകം. അതെ, ഞാൻ അതിലേക്ക് വരാം. ഈ തന്ത്രഗ്രന്ഥങ്ങളൊക്കെ എടുത്ത് പരിശോധിച്ചാൽ തന്ത്രഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്, അയിത്തക്കാരാക്കപ്പെട്ട ആളുകൾ ക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ച് എന്ത് ചെയ്യണം? ക്ഷേത്രത്തിൽ പഞ്ചഗവ്യം തളിക്കണം, പഞ്ചഗവ്യം കുടിക്കണമെന്നും പറയുന്നുണ്ട്. എന്താണ് പഞ്ചഗവ്യം? 5 തരത്തിലുള്ള ഗവ്യങ്ങൾ. ഏതൊക്കെയാണ് 5 തരത്തിലുള്ള ഗവ്യങ്ങൾ? പാല്, നെയ്യ്, തൈര്, ഗോമൂത്രം, ചാണകം. ഇത്രയും ചേരുന്ന ദ്രവ്യത്തിന്റെ പേരാണ് പഞ്ചഗവ്യം. ഇത് ഇന്നും കേരളത്തിലെ ക്ഷേത്രങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് പഞ്ചഗവ്യം. ഇപ്പൊ ഷഷ്ടി വ്രതത്തിന്റെ ഒക്കെ ഭാഗമായിട്ട് ആളുകൾക്ക് ക്ഷേത്രത്തിൽ ചെന്നാൽ കൊടുക്കുന്നത് എന്താ? പഞ്ചഗവ്യം. അപ്പൊ മലയാളികൾ ഇപ്പോഴും ചാണകവും മൂത്രവും കുടിക്കുന്നവരാ, ഇപ്പോഴും കുടിക്കുന്നുണ്ട്.
ഇപ്പൊ മാണ്ഡ്യ IIT പ്രൊഫസർ പറഞ്ഞല്ലോ തൻ്റെ പിതാവിൻ്റെ പനി മാറാൻ ഗോമൂത്രമാണെന്ന്. ഇതൊരു എന്താണ്, മനുഷ്യരെ പരിഹസിക്കുകയും മനുഷ്യരുടെ മസ്തിഷ്കത്തിൽ ചാണകൃഷി നടത്തുകയും ചെയ്യുകയാണ്. അപ്പൊ സ്വയം ചിന്തിക്കുന്ന ഒരാൾക്കാൻ അറിയാം പാരസെറ്റാമോൾ കൊണ്ട് തീരേണ്ട ഒരു പ്രശ്നത്തിന് 1 ലിറ്റർ ഗോമൂത്രം കുടിക്കേണ്ട ആവശ്യമുണ്ടോ? ചാണകം കുടിച്ചിട്ടും ഗോമൂത്രം കഴിച്ചിട്ടും എന്തെങ്കിലും രോഗം മാറിയതായിട്ട് ഇതുവരെ തെളിയിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ മനുഷ്യരെ ചാണകവും ഗോമൂത്രം കഴിപ്പിക്കുന്ന ഒരു തത്വശാസ്ത്രം ഇന്ത്യയിൽ വികസിച്ചു വന്നിട്ടുണ്ട്. തന്ത്രസമുച്ചയം അതിൻ്റെ ഒരു അടിസ്ഥാന പ്രമാണ ഗ്രന്ഥമാണ്. തന്നെയല്ല, ഗോമൂത്രം കുടിക്കാൻ മാത്രമല്ല, വിപ്രവാദ പ്രകളിത സലിലൈഹി സേവ്യതേ പഞ്ചഗവ്യൈഹി എന്ന് പറയുന്നുണ്ട്. അതായത് ഒരു അശുദ്ധനായിട്ടുള്ള ആള് ക്ഷേത്രത്തിൽ പ്രവേശിച്ചാൽ എന്ത് ചെയ്യണം? വിപ്രവാദ പ്രകളിത സലിലേക്ക്, ബ്രാഹ്മണന്റെ കാല് കഴിയ വെള്ളം കൊണ്ട് അവിടെ തളിക്കണമെന്നാണ് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ ബ്രാഹ്മണന്റെ ഭാഗത്തിന് എന്തെങ്കിലും പ്രത്യേകിച്ച് സവിശേഷതയുണ്ടോ? ഒരു സവിശേഷതയില്ല. പക്ഷെ ഇങ്ങനെയാണ് മനുഷ്യർക്കിടയിൽ വേർതിരിവ് ഉണ്ടാക്കുന്നത്. ഒരാൾ മറ്റൊരാളെക്കാളും ശ്രേഷ്ഠനാണെന്നുള്ള സിദ്ധാന്തം ഉണ്ടാക്കിയ ഒരു തത്വശാസ്ത്രവും ഒരു വ്യാഖ്യാന സമ്പ്രദായവും ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ട്. അത് ഋഗ്വേദം മുതൽ ഇങ്ങേ അറ്റം വരെ, രാമായണവും മഹാഭാരതവും വരെ ഇതുപോലെ ബ്രാഹ്മണ്യത്തെ പാടി പുകഴ്ത്തുന്ന ഗ്രന്ഥപാഠങ്ങളാണ് ഇതെല്ലാം തന്നെ. അതുകൊണ്ട് ഈ ഗ്രന്ഥപാഠങ്ങളെയും അതിൻ്റെ പ്രത്യയശാസ്ത്രങ്ങളെയും കൈയൊഴിയാതെ ഇന്ത്യക്ക് ഒരു ജനാധിപത്യ സമൂഹമാകാൻ കഴിയില്ല. അതുകൊണ്ട് ചാണകവും ഗോമൂത്രവും കുടിക്കണമെന്ന് പറയുന്നത് തന്ത്രഗ്രന്ഥങ്ങളിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. കുടിക്കണം, അത് തളിക്കണം എന്ന് പറയുന്നുണ്ട്. അത് ആർക്കെതിരായിട്ടാ? ഇന്ത്യയിലെ അയിത്തജാതിക്കാർക്കെതിരായിട്ട് കൂടിയാണ്. അവർ ക്ഷേത്രത്തിൽ പ്രവേശിച്ചാൽ ക്ഷേത്രം അശുദ്ധമാകും. അങ്ങനെ അശുദ്ധമായ സ്ഥലം ശുദ്ധമാകാൻ എന്ത് ചെയ്യണം? ചാണകവും ഗോമൂത്രവും തളിച്ചാൽ മതി. ഇങ്ങനെ മനുഷ്യരെ ഏറ്റവും നികൃഷ്ടമായി സ്ഥാനപ്പെടുത്തുന്ന ഒരു പ്രത്യയശാസ്ത്രം ഇപ്പോഴും ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോഴും തമിഴ്നാട്ടിൽ പല ക്ഷേത്രങ്ങളിലും, അതുപോലെ ഉത്തരേന്ത്യയിൽ പല ക്ഷേത്രങ്ങളിലും ദളിതർ ക്ഷേത്രത്തിൽ പ്രവേശിച്ചതിന്റെ പേരിൽ അവരെ തല്ലിക്കൊല്ലുകയും ക്ഷേത്രത്തിൽ ശുദ്ധീകരണം നടക്കുകയൊക്കെ ചെയ്തിട്ടില്ലേ? ഇന്ത്യയിലെ ഒരു രാഷ്ട്രപതി പുരി ജഗന്നാഥ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയതിനു ശേഷം അവിടെ പുണ്യാഹം തളിച്ചിട്ടുണ്ട്. അപ്പൊ ഇന്നും ഇന്ത്യ സമ്പൂർണ്ണാർത്ഥത്തിൽ BR അംബേദ്കർ സ്വപ്നം കണ്ട രീതിയിൽ ഒരു ജനാധിപത്യ ഇന്ത്യയായി മാറി തീർന്നിട്ടില്ല. അംബേദ്കർ ഉദ്ദേശിക്കുന്ന രീതിയിൽ, അദ്ദേഹം ലക്ഷ്യമാക്കിയ രീതിയിൽ ഒരു സ്വാതന്ത്ര്യവും സമത്വവും സാഹോദര്യവും ഉള്ള സമൂഹമായിട്ട് നമുക്ക് മാറിത്തീരാൻ കഴിയണമെങ്കിൽ അടിസ്ഥാനപരമായി ഈ ബ്രാഹ്മണ്യ പ്രത്യയശാസ്ത്രത്തെ നമുക്ക് സമ്പൂർണ്ണമായി ഉപേക്ഷിക്കാൻ കഴിയണം. എന്താണ് ബ്രാഹ്മണ്യം? അംബേദ്കർ പറയുന്നത്, അംബേദ്കർ നിർവചിച്ചു, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നിവയുടെ നിഷേധ സ്ഥാനമാണ് ബ്രാഹ്മണ്യം. നമ്മൾ അടിവരയിട്ട് വായിക്കേണ്ട പദമാണ്, വാചകമാണ്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നിവയുടെ നിഷേധ സ്ഥാനമാണ് ബ്രാഹ്മണ്യം. ഋഗ്വേദത്തിലോ യജുർവേദത്തിലോ സാമവേദത്തിലോ അഥർവവേദത്തിലോ മഹാഭാരതത്തിലോ രാമായണത്തിലോ സമത്വത്തെ പറ്റിയോ സ്വാതന്ത്ര്യത്തെ പറ്റിയോ സാഹോദര്യത്തെ പറ്റിയോ ഒരു വാചകമുണ്ടോ? ഇല്ല. ഇന്ന് ഇന്ത്യയിലെ ജനങ്ങൾക്ക് സ്വാതന്ത്ര്യവും സമത്വവും സാഹോദര്യവും നൽകിയത് ആരാണ്? അത് ഇന്ത്യയിൽ നടന്ന സാമൂഹ്യ പ്രബുദ്ധത പോരാട്ടങ്ങളാണ്. നമ്മൾ നവോത്ഥാനം എന്ന് പേരിട്ട് വിളിക്കുന്ന മഹാത്മാ ജ്യോതിബ ഫൂലെയുടെയും കേരളത്തിലെ പൊയ്കയിലപ്പച്ചൻ്റെയും അയ്യങ്കാളിയുടെയും നാരായണ ഗുരുസ്വാമികളുടെയൊക്കെ നേതൃത്വം നടത്തിയ പോരാട്ടമാണ് ഭരണഘടനയുടെ രൂപീകരണത്തിലേക്ക് നമ്മളെ നയിച്ചത്. ആ ഭരണഘടനയാണ് നമുക്ക് യഥാർത്ഥത്തിൽ ഇന്ന് പൗരൻ എന്ന് പറയുന്നത്. പ്രജയിൽ നമ്മൾ പൗരരായി മാറിയത് എങ്ങനെയാ? അത് ഭരണഘടനയിലൂടെയാണ് നമ്മൾ പൗരരായി മാറിയത്. പക്ഷെ നമ്മളെ ഇന്ന് ചാണകവൽക്കരിച്ച് പൗരരിൽ നിന്ന് പ്രജകളാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മളെ പ്രജകളാക്കാനുള്ള ശ്രമമാണ് ഇന്ന് നടക്കുന്നത്. അതുകൊണ്ടാണ് ഒരു MP നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എൻ്റെ പ്രജകൾ എന്ന്. ഇത് ഒരു രാജാധിപത്യ സങ്കല്പമാണ്. പ്രജ എന്ന് പറയുന്ന സങ്കല്പം എന്താണ്? യഥാ രാജ തഥാ പ്രജ എന്ന സംസ്കൃതത്തിലൊരു ചൊല്ലുണ്ട്. അത് എവിടുന്ന് വന്നു? അത് ഫ്യൂഡൽ നാടുവാഴി സങ്കല്പമാണ്. ഇപ്പൊ പള്ളി ഉണർത്തൽ, പള്ളി നീരാട്ട് എന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണ്? ഇതൊക്കെ രാജാവുമായി ബന്ധപ്പെട്ട ഉള്ള സങ്കല്പമാണ്. പള്ളി ഉണർത്തൽ, രാജാവിനെയാ പള്ളി ഉണർത്തുന്നത്. ക്ഷേത്രത്തിലാകുമ്പോൾ അത് ദേവനെ പള്ളി ഉണർത്തുന്നതാകും. എന്ന് പറഞ്ഞാൽ രാജാവിന്റെ പ്രതിനിധിയായിട്ട് ആര് വരുന്നു? ദേവൻ വരുന്നു. ഇങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളുടെ ഒരു കിടപ്പുവശം. അപ്പൊ ഈ പ്രത്യയശാസ്ത്രം സമ്പൂർണ്ണമായിട്ട് തകരാതെ ഇന്ത്യക്ക് ഒരു ജനാധിപത്യ സമൂഹമായി മാറിത്തീരാൻ കഴിയുന്നു. അതുകൊണ്ട് ബ്രാഹ്മണ്യത്തിനെതിരായ വിമർശനം എന്ന് പറഞ്ഞാൽ, ബ്രാഹ്മണിസത്തിനെതിരായ വിമർശനം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ കുറച്ച് നമ്പൂതിരിമാരെ ഉദ്ദേശിച്ചുള്ള വിമർശനമല്ല, ഇന്ത്യയിലെ കുറച്ച് ബ്രാഹ്മണരെ ഉദ്ദേശിച്ച വിമർശനമല്ല. ബ്രാഹ്മണിസം എന്ന് പറയുന്നത് ഇന്ത്യയിലെ മനുസ്മൃതി ഉൾപ്പെടെയുള്ള, ഋഗ്വേദം ഉൾപ്പെടെയുള്ള, വിരാട് പുരുഷ സങ്കല്പം ഉൾപ്പെടെയുള്ള രാമായണത്തിലൂടെയും മഹാഭാരതത്തിലൂടെ ആയിരത്താണ്ടുകളായിട്ട് കൈമാറി വന്ന ഒരു പ്രത്യയശാസ്ത്ര ഹിംസയുടെ പേരാണ് ബ്രാഹ്മണ്യം. ആ ബ്രാഹ്മണ്യം ഇന്ത്യയിലെ ഒരുപാട് ആളുകൾ ഏറ്റെടുത്തിട്ടുണ്ട്. ഇന്ത്യയിലെ അടിസ്ഥാന ജനവിഭാഗങ്ങൾ പോലും അതിൻ്റെ യാഥാർത്ഥ്യം തിരിച്ചറിയാതെ ബ്രാഹ്മണിസത്തിന്റെ അടിമകളായിട്ടുണ്ട്. അതുകൊണ്ട്
അവരെ ഉദ്ദേശിച്ചാണ് നമ്മൾ ഈ ബ്രാഹ്മണിസം എന്ന വിമർശനം ഉന്നയിക്കുന്നത്. തീർച്ചയായിട്ടും ബ്രാഹ്മണിസത്തിൽ നിന്ന് മോചനം കൈവരാത്ത ബ്രാഹ്മണിസത്തിന്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കൊണ്ടു നടക്കുന്ന നമ്പൂതിരിമാരും ബ്രാഹ്മണരും തീർച്ചയായിട്ടും വിമർശിക്കപ്പെടും. ഞാൻ പറഞ്ഞു വന്നത് അവരെ മാത്രം ഉദ്ദേശിച്ചല്ല ബ്രാഹ്മണിസം എന്ന് പറയുന്നത്. ബ്രാഹ്മണിസം എന്ന് പറയുന്നത് ഒരു പ്രത്യയശാസ്ത്രമാണ്. ആ പ്രത്യയശാസ്ത്രമാണ് ഹിന്ദുത്വം. ഹിന്ദുത്വമാണ് ഇന്ന് നമ്മുടെ രാജ്യത്തെ ഭരിച്ചുകൊണ്ടിരിക്കുകയും നമ്മുടെ രാജ്യത്തെ തകർത്തുകൊണ്ടിരിക്കുകയും നമ്മുടെ രാജ്യത്തെ ഒരാൾക്ക് പാസ്പോർട്ട് ഉണ്ടെങ്കിൽ പോലും, ഐഡന്റിറ്റി കാർഡ് ഉണ്ടെങ്കിൽ പോലും, പാൻ കാർഡ് ഉണ്ടെങ്കിൽ പോലും, ആധാർ ഉണ്ടെങ്കിൽ പോലും, എന്തുണ്ടായാലും പൗരരല്ലാത്ത അവസ്ഥയിലേക്ക് നമ്മളെ എത്തിച്ചിരിക്കുന്ന എന്താണ്? ഈ ഹിന്ദുത്വമാണ്. എന്തുകൊണ്ട് ഇങ്ങനെ വന്നു? എന്തുകൊണ്ട് ഇത് വന്നു എന്ന് വെച്ചാൽ മനുസ്മൃതി ഒരു വ്യക്തിയെ സ്ഥാനപ്പെടുത്തുന്നത് ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ, ചണ്ടാളൻ എന്നിങ്ങനെയൊക്കെയാണ്. ഈ പുറന്തള്ളൽ ഹിംസയുടെ പുതിയ രൂപമാണെന്ത്? പൗരത്വത്തെ സംബന്ധിച്ച രേഖ. പൗരത്വ നിർണയം തങ്ങൾക്കിഷ്ടപ്പെടാത്തവരെ മുഴുവൻ പൗരരല്ലാതാക്കി തീർക്കുന്നു. മനുസ്മൃതിയിൽ മനുവിന് ഇഷ്ടമല്ലാത്ത മനുഷ്യർ മുഴുവൻ ആരായി? ചണ്ടാളരായി മാറി. അപ്പൊ പൗരരല്ലാത്തവർ മനുസ്മൃതിയുടെ സങ്കല്പത്തിലുള്ള ചണ്ടാളരായി മാറുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ പൗരത്വം എന്ന് പറയുന്നത്, പൗരത്വത്തെ സംബന്ധിച്ച് ആളുകളെ പൗരരല്ലാതാക്കുന്ന പ്രക്രിയ മനുസ്മൃതി മനുഷ്യരെ ചണ്ടാളരാക്കിയതിന് സമമാണ്. ആ യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ടാണ് അംബേദ്കർ പറഞ്ഞത്, ഹിന്ദുരാജ് ഒരു വാസ്തവമായാൽ അത് ഈ രാജ്യത്തിന് ഏറ്റവും വലിയ അപകടമായിരിക്കും എന്ന് ദീർഘദർശനം ചെയ്തു ബാബാ സാഹേബ് ഡോക്ടർ ബി.ആർ. അംബേദ്കർ. ആ തലവേദനയാണ് നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ തലവേദനയിൽ നിന്ന് നമുക്ക് മോചനം നേടണമെങ്കിൽ അംബേദ്കറുടെ പാതയിലൂടെ സഞ്ചരിക്കുക മാത്രമേ നമുക്ക് പരിഹാരമുള്ളൂ. ജനാധിപത്യത്തിൻ്റെ കൂടുതൽ വിശാലമായ സാമൂഹ്യ ഭാവനകൾ നമ്മൾ തുറന്നിടുകയും സമരത്തിൻ്റെയും ചിന്തയുടെയും പുതിയ ജനാധിപത്യ വഴികൾ തുറക്കുന്നതിലൂടെ മാത്രമേ നമ്മൾ അനുഭവിക്കുന്ന ഈ പ്രതിസന്ധികൾ നമുക്ക് തരണം ചെയ്യാൻ കഴിയും.